ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഇവർക്ക് സൈക്കിൾ നോക്കാൻ പോകുന്ന വീഡിയോ പട്ടാമ്പിക്ക്. അത് കുറേ ദിവസം മുന്നേ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ആ സൈക്കിൾ വാങ്ങാൻ പോവുകയാണേ. അതിൻ്റെയാണ് വേദക്കുട്ടി റെഡി ചെയ്ത് നിൽക്കുന്നത്. അമ്മ അതാ പുതിയ ചുരിദാറൊക്കെ ഇട്ടിട്ട് നിൽക്കുകയാണ് കേട്ടോ. അത് ഞാൻ വാങ്ങിക്കൊടുത്ത ചുരിദാറാണേ. അപ്പോൾ ഞാൻ അമ്മോട് പറയായിരുന്നു ഇപ്പോഴൊക്കെ ചുരിദാർ ഇടുള്ളൂ, അമ്മയ്ക്ക് എപ്പോഴും മടിയാണ് കേട്ടോ ചുരിദാർ ഇടുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും റെഡിയായി ബേബി സ്കൂളൊക്കെ വിട്ട് വന്നു. അതുപോലെ തന്നെ കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ വൈകുന്നേരം നേരത്താണ് ഞാൻ പോകുന്നത്. അപ്പോൾ അമ്മയോട് ഞാൻ പറയുന്നത് അമ്മയ്ക്ക് എപ്പോഴും ചുരിദാർ ഇടാൻ മടിയാണ് കേട്ടോ. പുറത്തേക്ക് പോകുമ്പോൾ എനിക്കിനെ വാങ്ങി വെക്കുക എന്നല്ലാതെ അതെവിടെയും ഇടില്ല. പിന്നെ എന്തിനാണ് വാങ്ങി കൊടുക്കുന്നതെന്ന് ചോദിക്കും. ഇടാൻ വേണ്ടിയിട്ടല്ല ചുരിദാർ. അപ്പോൾ എപ്പോഴും അമ്മയ്ക്ക് മടിയാണ്. പുറത്തേക്കൊക്കെ പോകുമ്പോഴും ഇങ്ങനെ ഈ ചാത്തനൂർ കറുവത്തൂർക്കൊക്കെ പോകുമ്പോൾ ഇട്ടോളാൻ പറഞ്ഞാൽ അമ്മയ്ക്ക് അത് നാണക്കേട് പോലെ കേട്ടോ തോന്നുക. ഞാൻ പറയും അമ്മയെക്കാട്ടിലും പ്രായമുള്ളവർ എത്ര പേര് കൂളായിട്ട് ചുരിദാർ ഇട്ട് നടക്കണു. എവിടെ അമ്മ എപ്പോഴും സാരി തന്നെയാണ് കേട്ടോ ചുറ്റി. ഇങ്ങനെയൊക്കെ എന്തെങ്കിലും നിർബന്ധിച്ചാൽ മാത്രമേ ചുരിദാർ ഇടുള്ളൂ. അപ്പോൾ അതാ ഞങ്ങൾ എല്ലാവരും കൂടി കാറിലാണ് പോകുന്നത്. അപ്പോൾ പോകുന്നത് നമ്മുടെ സവാരി സൈക്കിളിൻ്റെ അവിടേക്കാണ് കേട്ടോ. അവിടെയാണ് നമ്മൾ സൈക്കിൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. മേലെ പട്ടാമ്പിയാണ്. അപ്പോൾ ആ നേരത്ത് നല്ല തിരക്കാണ് കേട്ടോ. പട്ടാമ്പി ഭാഗത്തൊക്കെ അല്ലെങ്കിലും വൈകുന്നേരം നേരത്ത് നല്ല തിരക്കാണല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. വേദുവിനെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അത് കണ്ടപ്പോൾ. ഫസ്റ്റ് അവൻ്റെ സൈക്കിൾ അങ്ങോട്ട് കാട്ടിക്കൊടുത്തു, അതുപോലെ തന്നെ ബേബിയുടെ സൈക്കിളും കാട്ടിക്കൊടുത്തു കേട്ടോ. അപ്പോൾ രണ്ടുപേരും അതിൽ ഓക്കെ ആയി. ഓടിച്ചൊക്കെ നോക്കി, ഹൈറ്റും കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ. അപ്പോൾ അവർ ഫുള്ള് ചെക്ക് ചെയ്തിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവൾ ഓടിച്ചൊക്കെ നോക്കി. അപ്പോൾ കുറേ ദിവസമായല്ലോ, കുറേ ദിവസമല്ല കുറേ മാസങ്ങളായി അവൾ ഓടിച്ചിട്ട്. അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സ്പോർട്സ് സൈക്കിളാണ് വാങ്ങിയിരിക്കുന്നത്. നല്ല സൈക്കിളാണ് കേട്ടോ, നല്ല ക്വാളിറ്റിയുള്ള സൈക്കിളാണ്. അപ്പോൾ ഇവൻ്റെ സൈക്കിൾ പോലെ തന്നെ അവിടെ ഒരു കുട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇതേ മോഡൽ തന്നെ കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ നോക്കി ക്യാഷും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പിന്നെ വണ്ടിയിൽ കയറ്റി വിടുകയാണ് കേട്ടോ ചെയ്തത്. ഓട്ടോയിൽ കയറ്റി വിടുകയാണ് ചെയ്തത്. പിന്നെ ആ ഓട്ടോക്കാരൻ വീട്ടിലൊക്കെ ഇറക്കി തന്നു. നല്ലൊരു ചേട്ടനായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വേദുക്കുട്ടനും ബേബിയും വളരെയധികം ഹാപ്പി ആയിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്.